മോർണിംഗ് പാണ്ട അജയ് ഹിയർ. ഞാനിപ്പോൾ ഒന്ന് മൂന്നാർ എത്തി. മൂന്നാറിൽ നിന്ന് മറയൂർ പോവുകയാണ്. ഇത് ശരിക്കും മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് പോയാണ്. അവിടെ എൻ്റെ സുഹൃത്തിനെ കാണണമെന്ന് പ്ലാൻ ചെയ്താണ്. മൂന്നാർ എത്തിക്കഴിഞ്ഞു ഭയങ്കര ട്രാഫിക്ക്. സൺഡേ ആണ്. ഗസ്റ്റുകളെ കൊണ്ട് നിറയെ വണ്ടികളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ബസ് എല്ലാം അരമണിക്കൂർ താമസിച്ചാണ് വന്നത്. ഇപ്പം മൂന്നാർ പോകുന്നു. മൂന്നാറിൽ നിന്ന് മറയൂർ പോകുന്നു. മൂന്നാർ ടൗൺ കഴിഞ്ഞ് ഒരു KSRTC ഫാസ്റ്റിൽ അവിടെ ഈ റൂട്ട് കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവാണ്, എന്നാലും തിരക്കുണ്ട്. മൂന്നാറിൽ നിന്ന് മറയൂരിൽ പോകുന്ന കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഏവരെ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു KSRTC ബസ് നല്ല സ്പീഡിൽ പോകുന്നു. ഇതാണ് മലയാള സിനിമയിലെ, തമിഴ് സിനിമയിലെ റൊമാൻറ്റിക് സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ. പെരിയവാര എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ആസിഫ് അലിയുടെ സാൾട്ട് ആൻഡ് പെപ്പർ മൂവിയിലെ കാണാമുള്ള പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലം. ഇവിടെ കുറേ തമിഴ് അക്കാമാരുണ്ട്. ബസ്സിൽ കൂടുതൽ ഇതൊരു തമിഴ് കൾച്ചറാണ് ഈ ഏരിയ. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന സ്ഥലം ഏകദേശം 45 കിലോമീറ്റേഴ്സ്, 1.5 മണിക്കൂർ സമയം. ഇനി ഇവിടെ നിന്ന് 39 കിലോമീറ്റേഴ്സാണ്. അവിടുത്തെ സൈൻ ബോർഡ് കാണാം. ഇവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഒത്തിരി ചെറുകിട കച്ചവടക്കാർ അവിടെ ഈ കരിക്കും കാര്യങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന, അത്തരം ചെറിയ ചെറിയ ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ചെറിയ കച്ചവടമായിട്ടുള്ള ആൾക്കാർ. KSRTC ബസ്സിൻ്റെ ഓഡിയോ ക്ലാരിറ്റി കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ ഓരോ ബൈക്കുകളുടെ സെക്യൂരിറ്റി മൂന്നാറിനൊക്കെ സൗത്ത് ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയുടെ എല്ലാം ഉണ്ട്. ബൈക്ക് റൈഡിങ് ആസ്വദിക്കാം, നല്ല തണുപ്പ് ആസ്വദിക്കാം. ഡിസംബറിലാണെങ്കിൽ മഞ്ഞും ഉണ്ടാവും. ടീ ഫാക്ടറീസ് അതൊരു കാഴ്ച തന്നെ. അവിടെ നല്ല നാഷണൽ പാർക്ക്, അതിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള യാത്ര. അധികം സീൻസ് കാണിക്കാൻ പറ്റുന്നു ഇതല്ല, നല്ല ഗ്യാപ്പ് കിട്ടില്ല. ഇതാണ് അവിടെ നല്ല ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്ക് വരയാടിൻ്റെ ആവാസ കേന്ദ്രം. അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. ഇതിൻ്റെ പാർക്കൊക്കെ ഇവിടെ ഭയങ്കര അടിപൊളിയായിട്ട് അവിടെ റോഡിൻ്റെ ഏകദേശം പകുതി ഡിസ്റ്റൻസ് കവർ. ഇവിടെ നല്ലൊരു ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതൊരു പ്ലാന്റേഷൻ. അപ്പുറമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ വരുന്ന ഏരിയ ആണെന്ന് തോന്നുന്നു. അവിടെ ഒത്തിരി സൈൻ ബോർഡ്സ് കണ്ടു. ഇവിടെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലാന്റേഷൻ ലാൻഡ്സ്കേപ്പിംഗ് അല്ല, ഇവിടെ ഫോറസ്റ്റ് തന്നെയാണ്. ഇവിടെ രാത്രി എല്ലാ മൃഗങ്ങളും ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. അപ്പം ബസ് കയറുന്നത് നല്ല കഷ്ടപ്പെട്ട വീഡിയോ എടുക്കുന്നത്. ഇതൊന്നൊരു മഴക്കാറുള്ള ദിവസമാണ്. വഴിക്കത്തെ ഒരു സീനിക് ആയിട്ടുള്ള വാലി. ഇവിടെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഹിൽസാണ്. റൈഡേഴ്സ് സൂക്ഷിക്കുക. അവിടെ നല്ല രസമാണ് ഇതിൻ്റെ താഴ്വാരത്തെ കാഴ്ചകൾ കാണാൻ. ഇവിടെ ഇതിൻ്റെ താഴെ ഈ പശുക്കൾക്ക് മേയാനുള്ള ഗ്രാസ് ലാൻഡ് ഉണ്ട്. ഇവിടെ ഹാർട്ട് ടേണിങ് ഒരു ഹെയർ പിൻ തന്നെ, കറവറ ഹെയർ പിൻസ്. മരങ്ങൾ, വയലറ്റ് പുഷ്പങ്ങളുള്ള മരങ്ങൾ. ഇവിടെ വളരെ ശ്രദ്ധിച്ചുള്ള യാത്ര. വളരെ നാരോ റോഡ്സ്. യാത്രയൊക്കെ വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അടിപൊളി കാഴ്ചകൾ. നല്ല ഒരു റെയിനി ഡേ ആണ്. ഓടിക്കിടക്കുന്നു. ഉടനെ തന്നെ മഴ പെയ്യുന്നു തോന്നുന്നു. വളരെ സീനിക്കാണ്. ഈ കൊറോണ ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ഞാനെൻ്റെ സുഹൃത്തും കൂടെ ഒരു ദിവസം വെള്ളത്തിൻ്റെ വീട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി മൂന്നാറിൽ ഒരു 7 മണിയാകുമ്പോൾ യാത്ര ചെയ്ത് കാഴ്ചകൾ. ഇവിടെ എക്സ്പെൻഷൻ മൂന്നാറിലെടുത്ത് ഭയങ്കരമായിട്ട് ഉരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാഗുവരെ എസ്റ്റേറ്റ്, വാഗുവരെ ടീ പ്ലാന്റേഷൻ, വാഗുവരെ ടീ ഫാക്ടറി ഇവിടെ കാണാം. ഇത് ഇവിടെ വളരെ സീനിക്കായിട്ടുള്ള പ്രശസ്തമായ ഒരു ഏരിയ ആണ്. ഇവിടുത്തെ കാലാവസ്ഥ പോലും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ മൂന്നാറിന് ആ ക്ലൈമറ്റ് ആയിരിക്കില്ല ഒരിക്കലും. ഇവിടെ ഷാർപ്പ് ഗേൾസിലൂടെയുള്ള വളരെ സീനിക്കായിട്ടുള്ള ഒരു യാത്രയാണ്. മാക്സിമം എറണാകുളത്തിലുള്ള ഒരു റിമോട്ടായിട്ട് ഒരു ദിവസം വരിക, മൂന്നാറായിട്ട് വരെ അതൊക്കെ ഒരു വിസിറ്റ് ചെയ്യാൻ വരിക. ഇതാണ് വയലറ്റ് മരങ്ങൾ കൂട്ടി വെക്കുന്ന എവിടെ കണ്ടു. വയലറ്റ് മരങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ മരത്തിൻ്റെ പേരെനിക്കറിയത്തില്ല. കണ്ടോ, റെഡിഷ് ഓറഞ്ച് പൂക്കളുള്ള മരങ്ങൾ. ഇപ്പം മരങ്ങൾ
ഞാനിപ്പോൾ മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന വഴിക്ക് നിൽക്കുകയാണ്. ഇപ്പോൾ മറയൂർ ടൗൺ കണ്ടു, നിങ്ങളെ കാണിച്ചില്ല, അത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പെറ്റ് ഷോപ്പിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നല്ല രസമാണ് ഇവിടെ കാഴ്ചകൾ. ഇത്ര ഒരു കവുങ്ങും തോട്ടമുണ്ട്. ഇപ്പോൾ മറയൂരിൽ എന്ന് വെച്ചാൽ 4 കൊല്ലം മുമ്പ് ഞാൻ വരുന്ന ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര ഡെവലപ്ഡായി. ഒത്തിരി കടകൾ, ഒത്തിരി ഫെസിലിറ്റീസ്, ആശുപത്രികളടക്കമുള്ള നല്ല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾ മാക്സിമം നേരിട്ട് വരാൻ നോക്കുക. മൂന്നാറിനായിട്ട് വരുന്ന യാത്രയിൽ മറയൂരിന് കാണാൻ പ്രായോഗികമല്ല. മറയൂരിനായിട്ട് തന്നെ വരിക. തിക്ക് ഫോറസ്റ്റ് കാണാം, വെള്ളച്ചാട്ടം കാണാം, ഷുഗർ കെയിൻ ഫീൽഡ് കാണാം. ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. മൂന്നാറിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് മറയൂരിലുള്ളത്. മറയൂരിൻ്റെ കാഴ്ച ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നതിനടുത്തൊരു എക്സ്പീരിയൻസ് തരുന്ന കാഴ്ചകളാണ്. ഇതാണ് മറയൂർ ടൗൺ. ജസ്റ്റ് വിട്ട് കാന്തല്ലൂർ പോകുന്ന വഴി, ഈ വഴി നേരെ പോകുന്നതാണ് ഉടുമൽപേട്ട, തമിഴ്നാട് ക്രോസ് ചെയ്യാനുള്ള. ഉടുമൽപേട്ട തമിഴ്നാട്, ഈ വഴി സ്ട്രെയിറ്റ് പോകുന്നതാണ് ഉടുമൽപേട്ട. ഇവിടെ ഒരു കവുങ്ങും തോപ്പ്, കേരളത്തിൽ കവുങ്ങും തോപ്പ് കുറവാണ്. എന്നാൽ ഈ ഏരിയയിൽ, ഈ തിരുവിതാംകൂറിൽ തന്നെ കവുങ്ങും തോപ്പ് കുറവാണ്. ഇവിടെ ഈ പൊക്കം കുറഞ്ഞ ഹൈബ്രിഡ് ഇനത്തിൽ ഉള്ള കവുങ്ങ് നല്ല രസമാണ് ഈ കാഴ്ച. കാരണം അവിടെ ഞാൻ വന്നപ്പോൾ കണ്ട കുറച്ച് നായ്ക്കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഒരെണ്ണം വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ നോക്കാൻ ആരുമില്ല. ലാബ്രഡോർ, ഹസ്കി, ഗോൾഡൻ റിട്രീവർ, പോമറേനിയൻ എല്ലാ ഐറ്റവും ഉണ്ട് അവിടെ. ഇതാണ് മറയൂർ ടൗണിൻ്റെ ലാസ്റ്റ് ഭാഗം. ഇവിടെ ഒരു ബസ് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ. എല്ലാം തമിഴ്നാട് ബസ്, എല്ലാം ഇങ്ങനെ അടിപൊളി കളറിലുള്ള അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ബസ്. അത് കൂടുതൽ കാഴ്ചകളിലോട്ട് പോകാം. ഇവിടെയൊക്കെ ഹോട്ടൽസ്, റൂംസും ഒക്കെ ഇഷ്ടം വഴിയുണ്ട്. പക്ഷേ ഈ ടൈപ്സ് ഇവിടെ ഹോട്ടൽസും റൂംസും എടുക്കുന്നവർ നേരിട്ട് ബുക്ക് ചെയ്തിട്ട് വരാൻ നോക്കുക. അപ്പം ഒരുപാട് ഗസ്റ്റുകളുണ്ട്, റൂംസ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഇതാണ് മറയൂരിൻ്റെ ടൗൺ തീരുന്ന ഭാഗം. ഈ വഴിയാണ് കാന്തല്ലൂർ പോകുന്നത്. ഇവിടെ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും പോകുന്ന വഴിയാണ് ഉടുമൽപേട്ടയ്ക്ക് തിരിയുന്നത്. സ്ട്രെയിറ്റ് പോകുന്ന വഴി ഉടുമൽപേട്ടയ്ക്ക്, ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലോട്ടുള്ള വഴി കാന്തല്ലൂർ. കാന്തല്ലൂർ വളരെ പ്രശസ്തമാണ്. ഫാൻറ്റം സിനിമയിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ എന്ന് തുടങ്ങിയ പാട്ടൊക്കെ ചിത്രീകരിക്കാൻ വന്ന ഈ ഏരിയയാണ്. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ. അതിന് ഇടയ്ക്ക് മുനിയറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സീനിക്കായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് തരുന്ന സ്ഥലമാണ്. ഈ ഒരു 12 കിലോമീറ്റർ സ്ട്രെച്ച് എന്ന് പറയുന്നത് മറയൂർ ടു കാന്തല്ലൂർ. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം ഞാൻ ഇറങ്ങാൻ താമസിച്ചുപോയി. മൂന്നാർ നല്ല ട്രാഫിക്കും കൂടെ അല്ലേ. ആ കാണുന്ന മലനിരകളാണ് മറയൂർ ഭാഗം. അവിടെയാണ് അവിടെ കാന്തല്ലൂർ ഭാഗത്ത് ഒരിക്കലും കൂടുതലും ഈ ഒരിക്കലും ടീ പ്ലാന്റേഷൻസ് അല്ല അവിടെ കൂടുതലും വെജിറ്റബിൾ, ഷുഗർ കെയിൻ ഫീൽഡ്, പിന്നെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഗാർഡനും ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതലുള്ള കാഴ്ച എന്ന് വെച്ചാൽ പൈൻ കാടുകൾ. ഇതാണ് മറയൂർ ടൗണിലെ അവസാന ഭാഗത്തു നിന്നുള്ള, അതായത് ടൗൺ എൻഡിങ് ആ ഏരിയ എന്നുള്ള കാഴ്ച. ഇതാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പ് അവിടെ കാണാം. ഇവിടെ നിന്ന് വരുന്ന തമിഴ്നാട് പോകുന്ന എല്ലാവരും ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോവുക. ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 45 കിലോമീറ്റേഴ്സിന് അധികമുള്ള ഉടുമൽപേട്ടയിലെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടാകത്തുള്ളൂ. അതൊരു തിക്ക് ഫോറസ്റ്റ് ആണ്. അവിടെയാണ് മറയൂരിൻ്റെ ഒരുപാട് കേവ്സും മറ്റ് പണ്ടുകാലത്ത് ഇവിടെ ഒരു സംസ്കാരം നിലനിന്നതാണ് പറയുന്നത്. അവിടെ ഒരുപാട് മുനിയറകൾ കാണാം. മറയൂർ ടൗൺ കഴിഞ്ഞ് ഇതാണ് മറയൂർ ടൗൺ കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന റോഡിൻ്റെ കാഴ്ച. ഇപ്പോൾ അവിടെ ഒരു സിഗ്നൽ ലൈനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതല്ല മറയൂർ ടൗണിൻ്റെ മെയിൻ ഭാഗം. ഇത് തമിഴ്നാട്ടിലോട്ട് പോകുന്ന ടൗൺ തീരുന്ന ഭാഗമാണ്. മറയൂർ ടൗണിൽ നിൽക്കുകയാണ്. ഇതാണ് ചെറിയൊരു ബസ് സ്റ്റാൻഡ്, ചെറിയ ടൗൺ. ഇവിടെ ഒരു തമിഴ് ടൗൺ സ്റ്റൈൽ തന്നെ. കൂടുതലും 90% പേരും തമിഴ്നാട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. ഐ മീൻ തമിഴ് വംശജരായിട്ടുള്ളവർ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ KSRTC ബസ് ഇങ്ങനെ പാഞ്ഞു പോകുന്ന കാണാം. മറയൂർ ടൗണിൻ്റെ ആദ്യ ഭാഗം. ഇവിടെ ഒരുപാട് യാത്രക്കാർ വരുന്നുണ്ട്, ടൂറിസ്റ്റ്. പിന്നെ തമിഴ്നാട്ടിലോട്ട് പല ആവശ്യത്തിനും പോകുന്ന ആൾക്കാർ ഈ വഴി ചെന്ന് കഴിഞ്ഞാൽ സേലം കൂടി ബാംഗ്ലൂർ വരെ പോകാൻ പറ്റും. ഇവിടെ കൂടുതലും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് അവിടെ കിടപ്പുണ്ട്. ഇത് പഴയ ടൗൺ. നല്ല ആൾക്കാർ. ഇത് ഇവിടെ ഒരു കുരങ്ങ് ഇതിൻ്റെ പോകുന്നു. ഇവിടെ ഈ കുരങ്ങ്, ആന ഇതിൻ്റെയൊക്കെ ശല്യം അത്യാവശ്യമുണ്ട്.
ഇതാണ് മറയൂർ ടൗണിലെ കാഴ്ചകൾ. പഴയ അരയാലും കാര്യവും അരയാല് പേരയാല്, പിന്നെ ഇവിടെ കുറേ ജാസ്മിൻ ഗാർഡൻസ് കിട്ടുന്ന ഷോപ്പ്, ഗാർഡൻ ഷോപ്സ് ഒത്തിരി ഉണ്ട്. പിന്നെ കുറേ ചെറിയൊരു ഫ്രൂട്ട് ഷോപ്സ്, ചെറുത് വളരെ ചെറിയ വെൻഡേഴ്സ്, ചെറിയ വെൻഡിങ് ഷോപ്സ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാം. പിന്നെ ഫോറസ്റ്റിൻ്റെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട് മറയൂർ ടൗണിൽ വരുമ്പോൾ ഒരിക്കലും ടൗൺ അല്ല കാണാനുള്ളത്. ദ വേ ഇസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ബാക്കിൽ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഒക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ പനന്നോങ്ക് കസ്റ്റേർഡ് ആപ്പിൾ കിട്ടുന്ന ചെറിയ ഏരിയയിൽ രണ്ടുപേര് കസ്റ്റേർഡ് ആപ്പിൾ കിട്ടുന്നു. അപ്പോൾ പണ്ട് ഞാൻ വരുമ്പോൾ മറയൂർ ഒട്ടും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. ഇന്ന് 5-1 പോലും ഡെവലപ്ഡ് അല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയ ഹോസ്പിറ്റൽസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ടൂറിസം നമുക്ക് കാഴ്ച കാണാൻ ഇത്ര പോലെ ഏത് ലോക്കൽ എക്കണോമി ഒരുപാട് വളർത്താൻ കഴിവുള്ള ഇതിനെയാണ് ടൂറിസം എന്ന് പറയുന്നത്. അവിടെ കണ്ടോ കുരങ്ങ് 2 എണ്ണം കയറിയിരിക്കുന്നുണ്ട്, അവിടെ 2 ഇപ്പം അതിലൂടെ ഊർന്നിറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു തമിഴ് കേരള മിക്സ് കൾച്ചറാണ് ഇവിടെ. ഹായ് ഗൈസ്, ഇതിപ്പോൾ നമ്മൾ മറയൂർ ടൗണിലൂടെയുള്ള യാത്ര. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പം തന്നെ 3:30 അടുത്തായി. ഇപ്പം പോയാൽ അടിമയിൽ എൻ്റെ വീട്ടിൽ കറക്റ്റ് സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റത്തില്ല. നാളെ വിഷു, ഏപ്രിൽ 13 സൺഡേ. ഇവിടെ നല്ല കുറേ കാഴ്ചകളുണ്ട്. വിഷുവിന് തലേദിവസം എന്തായാലും അടിപൊളി. ഈ കാണുന്നതാണ് മറയൂർ ബസ് സ്റ്റാൻഡ്. ആകെ ഒരു KSRTC ബസ്സാണ് ഇപ്പോഴുള്ളത്. ഇവിടെ പ്രൈവറ്റ് ബസ്സും ഇതുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ കയറട്ടെ. ഹായ് ഗൈസ്, ഇപ്പോൾ മൂന്നാർ ടൗൺ എത്തി. മറയൂരിൽ നിന്ന് പോന്നു. ഇപ്പോഴാണ് ഏകദേശം ഒരു 5 മണിയായി. അന്നേരമാണ് മൂന്നാർ എത്തുന്നത്. 1.5 മണിക്കൂർ മേളിലുള്ള യാത്ര. 3:30 ആയപ്പം വണ്ടി എവിടെ നിന്ന് എടുത്തു. ഒരു KSRTC ബസ്. നല്ല ക്ഷീണിച്ചു. ഇനി എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകണം. ഇപ്പോൾ മൂന്നാർ ടൗണിൽ സൺഡേ ആണ്. സൺഡേയിലെ തിരക്ക് നല്ല തിരക്കാണ്. വിഷുവിൻ്റെ സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. മോറോവർ ഒരുപാട് പേര് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗസ്റ്റുകൾ ഇവിടെ ഉണ്ട്. അതുപോലെ വേറെ ബൈക്ക് റൈഡേഴ്സ് ഒത്തിരി പേര് വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊരു മോട്ടോർ സൈക്കിളുള്ള ആൾക്കാരെങ്കിലും ഒരു ബൈക്ക് കയ്യിലുള്ള ആൾക്കാർ ഉറപ്പായിട്ട് ഈ സമയത്ത് മൂന്നാർ വിസിറ്റ് ചെയ്യുക. തൃശ്ശൂർ, കോഴിക്കോട് കോഴിക്കോട് അത്ര ഏരിയയിൽ നല്ല തിരക്കാണ്. ആ തിരക്ക് നല്ല ചൂടുമാണ്. അവിടെ നിന്നൊക്കെ ഒരു 2 ദിവസം മാറി വയ്ക്കാൻ പറ്റിയ വളരെ വലിയ കാര്യമാണ് ഇപ്പോഴത്തെ. ഏപ്രിൽ മാസം നല്ല ചൂട്. അപ്പം എന്താ പറയുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെ കൊണ്ട് ഫോളോ ചെയ്യുക. കോളേജ് ബോയ്സ്, സ്കൂൾ സ്റ്റുഡൻസ് കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. കൂടുതലും യുവാക്കൾ നമ്മുടെ ചാനലിലോട്ട് വരിക. യുവാക്കൾക്കായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ എക്സ്പ്ലോറിംഗ് പാൻഡ അജയ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ എക്സ്പ്ലോറിംഗ് പാൻഡ AJ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.